OTT റിലീസായിട്ട് എത്തിയിട്ടുള്ള 11 എന്നുള്ളൊരു മൂവി ഉണ്ട്. ലോകേഷ് അജിലി സംവിധാനം ചെയ്ത് നവീൻ ചന്ദ്രയാണ് ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ഭയങ്കര റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നൊരു സിനിമയായിരുന്നു. നല്ല അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസിൽ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. അങ്ങനെ ഈ സിനിമ OTT വന്നു കണ്ടു. ഒരു യൂഷ്വൽ ഒരു ക്രൈം ത്രില്ലർ എന്ന രീതിയിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് 11 എനിക്ക് തോന്നിയത്. ഇതിലെ തുടക്കത്തിലൊരു കില്ലിങ് കാണിക്കുന്നുണ്ട്, ഒരു കൊലപാതകം കാണിക്കുന്നു. തുടരെ സീരിയൽ കില്ലിംഗ് ആയിട്ട് നടക്കുന്നു. ഒരു ഉദ്യോഗസ്ഥനെ അത് അന്വേഷിക്കാൻ അയക്കുന്നുണ്ട്. പുള്ളിക്ക് ഇടയ്ക്ക് വെച്ച് ഒരു അപകടം സംഭവിക്കുന്നു. പിന്നീട് ഈ അന്വേഷണത്തിലേക്ക് നായകൻ കയറി വരുന്നു. ഇതാണ് ഈ സിനിമയുടെ തുടക്കം. തുടക്കത്തിൽ നമുക്കറിയാം എന്തിനാണ് കൊന്നതെന്നുള്ളൊരു മിസ്റ്ററി എല്ലാ സീരിയൽ കില്ലിംഗ് ത്രില്ലർ സിനിമകളിലൊക്കെ ഉള്ള പോലെ തന്നെ ഇവിടെയും നമുക്ക് കാണുമ്പോൾ ആരായിരിക്കും, എന്തിനായിരിക്കും, പുള്ളിയുടെ ഫ്ലാഷ് ബാക്ക് എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അതേ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകി തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. നമ്മൾ നിരവധി സിനിമകൾ കണ്ടിട്ടുണ്ട്. അതേ പാറ്റേൺ ഫോളോ ചെയ്ത് അതേ സംഭവം തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത്. ഒരു പരിധിവരെ നമുക്ക് ഒരു പോയിന്റിൽ നമുക്ക് ആ ട്വിസ്റ്റ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്വിസ്റ്റ് ആണെങ്കിൽ പോലും കുറേയധികം സിനിമകൾ കണ്ടതുകൊണ്ടാണ് എനിക്ക് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി. ഇടയ്ക്കൊന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടെങ്കിൽ പോലും അവസാനം നമ്മൾ വിചാരിച്ച സംഭവം തന്നെ ഈ സിനിമ എത്തുന്നുണ്ട്. പിന്നെ നവീൻ ചന്ദ്ര എന്നുള്ള ഒരു നായകനെ പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ആ റോൾ കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാം. ആക്ഷൻ സീൻസ് ഒക്കെ പുള്ളി നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷെ ബാക്കിയുള്ള ഓക്കെ ആയിട്ടേ തോന്നുള്ളൂ. പിന്നെ നായിക ഒരു കാര്യമില്ലാത്തൊരു നായികയായിരുന്നു, വേണ്ടായിരുന്നത്. ആ ഒരു ഇത് ഭയങ്കരമായിട്ട് സിനിമയെ ബാധിച്ചിട്ടുണ്ട്. ആ ഒരു പോർഷൻ അങ്ങനെ എടുത്ത് കട്ട് ചെയ്യായിരുന്നു. പക്ഷെ നിവർത്തിയില്ല, പ്രൊഡ്യൂസറായി പോയില്ലേ. പിന്നെ ഡീമേൻ്റെ മ്യൂസിക് ചിലയിടത്തൊക്കെ നന്നായിരുന്നു. ടോട്ടലി ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ഒരുപാട് കണ്ടിട്ടുള്ള സീരിയൽ കില്ലർ ക്രൈം ത്രില്ലർ സിനിമകളുടെ അതേ ചേരുവയോടെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് 11 എന്നുള്ള സിനിമ. കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. നല്ല അത്യാവശ്യം സ്റ്റാർ കാസ്റ്റ് കൊണ്ടുവരായിരുന്നു. പുള്ളി മോശമാണെന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ ഒന്നുകൂടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടർ ചെയ്താണെങ്കിൽ കുറച്ചുകൂടെ ഈ സിനിമയ്ക്ക് ഒന്നുകൂടെ ഒരു പ്ലസ് കിട്ടിയാൽ. അപ്പോൾ 11 നിങ്ങൾ അപ്പോൾ OTT-ലുണ്ട്, കാണുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.